സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ പൊന്നാനിയുടെ നിറസാന്നിധ്യമായ എ വി കുഞ്ഞുമുഹമ്മദിനെ കർമ്മയുടെ നേതൃത്വത്തിൽ പൊന്നാനി പൗരാവലി ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു. ഏത് വിഷയത്തിനെടുത്താണ് സാമൂതിരിയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അത് വരും, ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അത് വരും. കേരളത്തിലെ ഏറ്റവും സവിശേഷമായ ആർക്കിടെക്ചറിനെ കുറിച്ച് നോക്കിയാൽ പൊന്നാനിയിലെ പല മന്ദിരങ്ങളും ആ നിലയിൽ വരും. എഴുത്തിൻ്റെ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ നോവൽ സാഹിത്യത്തിന് എക്കാലത്തെയും ആധുനിക നോവൽ സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയ മഹാഗോപുരമായ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന ആ മഹാഗോപുരം പടുത്തു കിട്ടിയ ഉറൂബ് വരും. എക്കാലത്തെയും കാവ്യശാഖയെ എന്നെപ്പോലുള്ള എഴുത്തുകാരും അതിനുശേഷമുള്ള എഴുത്തുകാരെയും ആഴത്തിൽ സ്വാധീനിച്ച ഇടശ്ശേരി വരും. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊന്നാനിയുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചരിത്രമാണ്. ധാരാളം പഠനങ്ങൾ പൊന്നാനിയെ കുറിച്ചുണ്ട്. പോർച്ചുഗീസ് ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും നടക്കുന്ന സുപ്രധാനമായ ഗവേഷണ പഠനങ്ങളിലൊക്കെയും പൊന്നാനി കടന്നു വരുമെന്നുള്ളതാണ്. പൊന്നാനിയെ തൊട്ടു പോകാതെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രം എഴുതാൻ പറ്റില്ല. ഇവിടെ മാത്രമല്ല, ലോകത്തൊരിടത്തും എഴുതാൻ പറ്റില്ല. കാരണം പോർച്ചുഗീസുകാർക്കെതിരായി നിരന്തരമായി പോരാട്ടം നടത്തിയ വലിയ വിപ്ലവകാരികളുടെ ദേശം കൂടിയാണ് പൊന്നാനി എന്ന് നമുക്ക് അറിയാം. പ്രസിഡന്റ് ജാവ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ ശ്രീകല ചന്ദ്രൻ, സബ് ഇൻസ്പെക്ടർ RU അരുൺ, MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ, ഇമ്പിച്ചുകോയ തങ്ങൾ, K അബ്ദുൽ ഖയ്യൂം, TV അബ്ദുറഹിമാൻ കുട്ടി, PV അബ്ദുൽ ലത്തീഫ്, PKM മുഹമ്മദ് ഇക്ബാൽ, KV നദീർ, കർമ്മ ബഷീർ, T ബാലകൃഷ്ണൻ, PV അയൂബ്, മുഹമ്മദ് പൊന്നാനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊച്ചിൻ മജീദിന്റെ ഗസൽ സന്ധ്യ അരങ്ങേറി. NCV ന്യൂസ്, പൊന്നാനി.